ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെല്ലാവരും കാത്തിരുന്നൊരു ഭാഗമാണ് ഈ ആഴ്ച വരാൻ പോണത്. അങ്ങനെ അഞ്ജലി ആക്സിഡൻ്റ് ആയിട്ട് വല്ലാത്ത പരിക്കുകളോട് കൂടിയാണ് വീട്ടിലേക്ക് എത്തുന്നത്. അഞ്ജലി ആകെ തകർന്ന് പോയിരിക്കുക കേട്ടോ. ഷ്യാമിനാണെങ്കിൽ ദേഷ്യം വരാണ്, കാരണം ചെയ്ത പ്ലാനൊക്കെ വെറുതെ ആയിപ്പോയല്ലോ എന്ന് വിചാരിച്ചിട്ട്. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അശ്വിനാണെങ്കിൽ ശ്രുതി എടുത്ത് പ്രണയം തുറന്നു പറയാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്താണ് ഷ്യാം അതിൻ്റെ ഇടയിൽ കയറി കളിക്കുന്നത്. അങ്ങനെ ഷ്യാമും ശ്രുതിയും തമ്മിൽ എന്തോ അരുതാത്ത ബന്ധമുണ്ടെന്ന് അശ്വിൻ തെറ്റിദ്ധരിക്കുകയാണ്. അതുമാത്രമല്ല, തൻ്റെ ചേച്ചി അഞ്ജലിനെ ഷ്യാം പറ്റിക്കുകയാണെന്നുള്ള സത്യം കൂടി അശ്വിൻ മനസ്സിലാക്കാണ്. ഷ്യാം ഒരു ഫ്രോഡാണെന്നുള്ള കാര്യം, സത്യങ്ങളെല്ലാം തന്നെ അഞ്ജലി അടുത്ത് തുറന്നു പറയാൻ വേണ്ടി തന്നെ അശ്വിൻ തീരുമാനിച്ചിട്ട് അഞ്ജലിയുടെ അടുത്തേക്ക് വരുമ്പോഴാണ് അഞ്ജലിനെ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് അഞ്ജലി ആ സത്യം പറയണത്. അഞ്ജലി പ്രഗ്നൻ്റ് ആണെന്നുള്ള സത്യം അതറിയണ അഞ്ജലി നിലത്തൊന്നുമല്ല കേട്ടോ. വല്ലാത്തൊരു സന്തോഷത്തിലാണ്. അതില്ലാതെ അഞ്ജലിക്ക് ജീവിക്കാൻ പറ്റില്ലാത്ത ഒരു അവസ്ഥയിലാണ് അഞ്ജലി. മാത്രമല്ല, അഞ്ജലിയുടെ ആരോഗ്യനില ഭയങ്കര ഒരു ചെറിയൊരു പ്രശ്നമുള്ള ആരോഗ്യനിലയാണ്. കാരണം വെച്ചാൽ ഒന്നാമത്തെ കാര്യം വയ്യല്ലോ, അതിൻ്റെയൊക്കെ കുഞ്ഞും കൂടി ഗർഭിണിയും കൂടി ആകുമ്പോഴേക്കും ശരിക്കും കെയർ ചെയ്യണം. വിഷമിക്കുന്ന കാര്യങ്ങളൊന്നും പറയരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അശ്വിൻ സത്യങ്ങളൊന്നും അഞ്ജലിയുടെ അടുത്ത് പറയുന്നില്ല, എല്ലാം മറച്ചു വയ്ക്കുവാണ്. പക്ഷേ എങ്ങനെയെങ്കിലും തൻ്റെ ചേച്ചിനെ ഇതിൽ നിന്ന് രക്ഷിച്ചേ പറ്റൂ. അതിന് ഒരേ ഒരു വഴിയുള്ളൂ, ശ്യാം ശ്രുതിയുടെ പുറകെ നടക്കരുത്. അതിനുവേണ്ടി ശ്രുതിനെ കല്യാണം കഴിക്കണം. അത് താൻ തന്നെ കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ടുവരികയാണെങ്കിൽ ഷ്യാമിൻ്റെ ചുറ്റിക്കളി നടക്കില്ലല്ലോ, ശ്രുതിയുടെ ചുറ്റിക്കളി നടക്കില്ല. രണ്ടുപേരും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാക്കാതിരിക്കാൻ അശ്വിൻ ശ്രദ്ധിക്കുകയും ചെയ്യും. അപ്പോൾ 6 മാസം സമയം ശ്രുതിക്ക് കൊടുത്തിരിക്കുകയാണ് അശ്വിൻ. കാരണം അതിനുള്ളിൽ തന്നെ അഞ്ജലിയുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ശ്രുതിനെ ഒഴിവാക്കണം. അതാണ് അശ്വിൻ അങ്ങനെ 6 മാസത്തേക്ക് ഒരു എഗ്രിമെൻറ്റിൽ മാരേജ് കഴിക്കുന്നത് കേട്ടോ. അങ്ങനെ മാരേജ് ചെയ്യണതൊക്കെ ആരും അറിയാതെ ഒരു അമ്പലത്തിൽ പോയിട്ടാണ് മാരേജ് ചെയ്യണമെന്നുണ്ടെങ്കിലും തിരിച്ചു വരുമ്പോൾ എല്ലാവർക്കും അതൊട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. എല്ലാവരും വളരെയധികം ദേഷ്യത്തോടു കൂടി തന്നെ ഇവരോട് പെരുമാറുകയും ചെയ്യും. ശ്രുതിക്കാണെങ്കിൽ എന്താ കാര്യമെന്ന് പോലും മനസ്സിലാവില്ല. അശ്വിൻ എന്തിനാണ് തന്നെ ഇങ്ങനെ കല്യാണം കഴിച്ചതെന്നും എന്തിനാണ് ഇപ്പോൾ ദേഷ്യപ്പെടുന്നതെന്നും ഉള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ശ്രുതിക്ക് അറിയണില്ല. ശ്രുതിയുടെ വിചാരം തൻ്റെ ചേച്ചിയുടെ ജീവിതം അശ്വിൻ ചിലപ്പോൾ തകർത്ത് കളയും. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ശ്രുതി ഈ അശ്വിനായിട്ടുള്ള വിവാഹത്തിന് സമ്മതിച്ചത്. എന്തായാലും നല്ല ഭാഗമാണ് ഇനി വരാൻ പോണത്. ബൈ ബൈ.